ഇന്നത്തെ വീഡിയോ സ്ലോ റണ്ണിങ്ങിനെ കുറിച്ചാണ്. അധികം ആൾക്കാരും ഓടി തുടങ്ങുമ്പോൾ വരുത്തുന്ന ആദ്യത്തെ മിസ്റ്റേക്ക് ഇതാണ്. കഴിയുന്നത്ര സ്പീഡിൽ ഓടാൻ നോക്കും. അപ്പോൾ അധിക ദൂരം ഓടാൻ സാധിക്കില്ല. പിന്നെ പെട്ടെന്ന് ഓട്ടം നിർത്തും. മെല്ലെ വാക്കിങ്ങിലേക്ക് സ്വിച്ച് ചെയ്യും. ഒരാൾ നടന്നാൽ കിട്ടുന്നതിൻ്റെ എത്രയോ കൂടുതൽ ബെനിഫിറ്റ്സ് ഓടുന്ന സമയത്ത് കിട്ടുന്നുണ്ട്. അതിനുവേണ്ടി ഫാസ്റ്റ് ആയിട്ടുള്ള റണ്ണിങ് അല്ല നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. വളരെ സ്ലോ ആയിട്ടുള്ള റണ്ണിങ് ആണ്. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം. ആദ്യം നമുക്ക് സോൺ 2 എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. നമ്മൾ എക്സസൈസ് ചെയ്യുന്ന സമയത്ത്, പ്രത്യേകിച്ചും കാർഡിയോ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഹാർട്ട് ബീറ്റ് കൂടും. ഈ കൂടുന്ന ഹാർട്ട് ബീറ്റിന് ഒരു മാക്സിമം ലിമിറ്റ് ഉണ്ടാവും. ഓരോരുത്തരുടെയും മാക്സിമം ഹാർട്ട് റേറ്റ് എത്തുന്നതിനനുസരിച്ച് നമുക്ക് നമ്മുടെ ഹാർട്ട് റേറ്റിനെ പല സോൺസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. സോൺ 1 മുതൽ സോൺ 5 വരെയാണുള്ളത്. ഉദാഹരണത്തിന് നിങ്ങളുടെ റെസ്റ്റിംഗ് ഹാർട്ട് ബീറ്റ് 70 ബീറ്റ്സ് പെർ മിനിറ്റ് ആണെന്ന് വിചാരിക്കാം. നിങ്ങൾക്ക് 40 വയസ്സാണെങ്കിൽ നിങ്ങളുടെ മാക്സിമം ഹാർട്ട് റേറ്റ് കണ്ടുപിടിക്കുന്ന ഫോർമുല 220 നിന്നും നിങ്ങളുടെ ഏജ് കുറയ്ക്കുക. അതായത് 180 ഈ കേസിൽ. ഇതിൻ്റെ 60 മുതൽ 70% വരെ, അതായത് 110 മുതൽ 130 ബീറ്റ്സ് വരെയൊക്കെയാണ് ഒരാളുടെ സോൺ 2 എന്ന് പറയുന്നത്. ഇതിൻ്റെ മുകളിലേക്ക് പോകുന്നതിനനുസരിച്ച് സോൺ 3യും സോൺ 4ഉം മാക്സിമം ഹാർട്ട് റേറ്റ്, അതായത് 180 അടുത്ത് ഹാർട്ട് റേറ്റ് എത്തുന്ന രീതിയിലുള്ള എക്സസൈസിനെ സോൺ 5 എന്നുമാണ് പറയാറ്. ഏറ്റവും കൂടുതൽ ഫാറ്റ് ലോസ് നടക്കുന്നത് സോൺ 2 എക്സസൈസിലാണ്. അല്ലെങ്കിൽ എയറോബിക് എക്സസൈസിന്റെ എൻഡ് പോയിന്റ് എന്ന് പറയുന്നതും സോൺ 2ന്റെയും സോൺ 3ന്റെയും ബോർഡറിലാണ്. സോൺസ് കണ്ടുപിടിക്കാൻ മാക്സിമം ഹാർട്ട് റേറ്റ് ഉപയോഗിച്ച് മാത്രമല്ല, മറ്റൊരു മെത്തേഡ് എന്ന് പറയുന്നത് ഹാർട്ട് റേറ്റിന്റെ റിസർവ് മെത്തേഡാണ്. ഈ സോൺസ് ഓരോരുത്തർക്കും വ്യത്യാസം ഉണ്ടാവും എന്നുള്ള കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം. നമ്മളെല്ലാവരും നടക്കുന്ന സമയത്ത്, വീട്ടിലുള്ള കാര്യങ്ങൾ, ഡെയിലി റുട്ടീൻ ആക്ടിവിറ്റീസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഹാർട്ട് ബീറ്റ് സോൺ 1 വരെയൊക്കെ മാക്സിമം കൂടി വരുള്ളൂ. അതായത് റെസ്റ്റിങ്ങിൽ നിന്നും കുറച്ച് മാത്രമേ കൂടി നിൽക്കാറുള്ളൂ. പക്ഷേ സോൺ 1നേക്കാളും ഏറ്റവും ബെനിഫിഷ്യൽ ആയിട്ടുള്ളതും അധികം ആൾക്കാരും എക്സസൈസ് ചെയ്യുമ്പോൾ ടാർഗറ്റ് ചെയ്യേണ്ടതും സോൺ 2 എക്സസൈസിലാണ്. ഈ സോൺ 2 എക്സസൈസ് എത്തണമെങ്കിൽ അത്യാവശ്യം നല്ല സ്പീഡിലുള്ള നടത്തം, ഇല്ലെങ്കിൽ കുറച്ച് സ്ലോ ആയിട്ടുള്ള ജോഗിങ് അല്ലെങ്കിൽ സ്ലോ റണ്ണിങ് ചെയ്ത് കഴിഞ്ഞാലേ എത്തുള്ളൂ. അധികം ആൾക്കാരും തുടങ്ങുന്ന സമയത്ത് ഫാസ്റ്റ് ആയിട്ടാണ് ഓടുന്നത്. ഇങ്ങനെ ഫാസ്റ്റ് ആയിട്ട് ഓടുന്ന സമയത്ത് സോൺ 2 ഹാർട്ട് ബീറ്റ് നിൽക്കുന്നതിന് പകരം 3ലേക്കും 4ലേക്കും ഒക്കെ പോകാറുണ്ട്. ഇത്രയും ഹാർട്ട് ബീറ്റ് കൂടുന്ന സമയത്ത് കോർട്ടിസോൾ റിലീസ് ഉണ്ടാവും. എനേറോബിക് ആയിട്ടുള്ള വർക്കൗട്ട്സ് ആണ് നടക്കുന്നത്. കൂടുതൽ സമയം നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ സോൺ 2 എന്ന് പറഞ്ഞാൽ എയറോബിക്കിന്റെ അപ്പർ ലിമിറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ സമയം നിലനിർത്താൻ സാധിക്കും. സോൺ 2 എക്സസൈസ് ആണ് മറ്റ് പലതരത്തിലുള്ള എക്സസൈസിന്റെയും തറക്കല്ലെന്ന് പറയുന്നത്. ഇതൊരു ബേസ് ആക്കി എടുത്ത് ഇതിന്റെ മുകളിലാണ് മറ്റു തരത്തിലുള്ള വർക്കൗട്ട്സ് നമ്മൾ ചെയ്ത് തുടങ്ങേണ്ടത്. ഇനി എന്തുകൊണ്ടാണ് സ്ലോ റണ്ണിങ് വാക്കിങ്ങിനേക്കാളും ബെനിഫിഷ്യൽ എന്ന് പറയാം? സോൺ 2 എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഓരോ കോശങ്ങളുടെയും അകത്തുള്ള മൈറ്റോകോൺട്രിയ, അതിൻ്റെ എണ്ണം കൂടുന്നുണ്ട്. കൂടുതൽ മൈറ്റോകോൺട്രിയ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ഓൾറെഡി ഉള്ള മൈറ്റോകോൺട്രിയ, അതിൻ്റെ എഫിഷ്യൻസി കൂടും. മൈറ്റോകോൺട്രിയ എന്ന് പറയുന്നത് നമ്മുടെ സെല്ലിൻ്റെ പവർ ഹൗസ് ആണ്. ഇവിടെയാണ് ATPന്റെ ഉൽപ്പാദനം നടക്കുന്നത്. മൈറ്റോകോൺട്രിയയുടെ എണ്ണം കൂടുന്നതിനനുസരിച്ചും മൈറ്റോകോൺട്രിയ കൂടുതൽ എഫിഷ്യൻ്റായി വർക്ക് ചെയ്യുന്നതിനനുസരിച്ചും നമ്മളുടെ ഓരോ കോശങ്ങളും കുറച്ചും കൂടി ഇഫക്റ്റീവ് ആവുകയാണ് ചെയ്യുന്നത്. പലതരത്തിലുള്ള ബയോകെമിക്കൽ റിയാക്ഷൻസ് കൃത്യമായി നടക്കാൻ തുടങ്ങും. നമ്മുടെ മെറ്റബോളിസം കുറച്ചും കൂടി മികച്ച രീതിയിൽ പ്രവർത്തിച്ചു തുടങ്ങും. നടക്കുന്ന സമയത്ത് മൈറ്റോകോൺട്രിയയിൽ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവുന്നുണ്ട്. പക്ഷേ സ്ലോ റണ്ണിങ്ങിനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് വാക്കിങ്ങിൽ ഉണ്ടാവുന്ന ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് കുറവ് തന്നെയാണ്. രണ്ടാമത്തെ സ്ലോ റണ്ണിങ്ങിന്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് VO2 മാക്സിൽ ഉണ്ടാവുന്ന വർധനവാണ്. VO2 മാക്സ് പറയുന്ന ഒരൊറ്റ നമ്പർ എന്ന് പറയുന്നത് നമ്മുടെ ഓവറോൾ ഫിറ്റ്നസിന്റെ ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു മാർക്കറാണ്. VO2 മാക്സ് എന്ന് പറഞ്ഞ നമ്പർ ഹാർട്ട് എത്ര നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്, ലങ്സ് എത്ര കൃത്യമായിട്ടാണ് ഫങ്ഷൻ ചെയ്യുന്നത്, ബ്ലഡിൽ ഓക്സിജൻ എത്ര മികച്ച രീതിയിൽ ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട്, അങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഓക്സിജൻ ഓരോ കോശങ്ങളിൽ എത്തിക്കഴിഞ്ഞാൽ ആ ഓക്സിജനെ എത്ര മികച്ച രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട്. ഇങ്ങനത്തെ പല കാര്യങ്ങൾ നോക്കുന്ന ഒരൊറ്റ നമ്പറാണ് VO2 മാക്സ് എന്ന് പറയുന്നത്. VO2 മാക്സ് എന്ന് പറയുന്ന നമ്പർ കൂട്ടി നിർത്തുന്നതാണ് നല്ലത്. ഇത് കൂട്ടാൻ വാക്കിങ്ങിനേക്കാളും എത്രയോ നല്ല എക്സസൈസ് സ്ലോ റണ്ണിങ് ആണ്. സ്ലോ റണ്ണിങ്ങിന്റെ മൂന്നാമത്തെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് കൂടുതൽ ന്യൂറോ മസ്കുലർ കോർഡിനേഷൻ നടക്കും. കൂടുതൽ മസിൽ ഗ്രൂപ്പ്സ് ഒരുമിച്ച് പ്രവർത്തിച്ചു തുടങ്ങുന്നത് റണ്ണിങ്ങിന്റെ സമയത്താണ്. വാക്കിങ്ങിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ടെൻഡൻസ് കുറച്ചും കൂടി സ്ട്രോങ് ആവും. നമ്മുടെ ബോഡീന്റെ സ്റ്റെബിലിറ്റി കുറച്ചും കൂടി കൂടുന്നുണ്ട്. ലോങ് ടേം ഇഞ്ചുറീസ് കുറച്ച് നിർത്താൻ റണ്ണിങ്ങിലേക്ക് സ്വിച്ച് ചെയ്യുന്നതാണ് നല്ലത്. മറ്റൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ലങ്സിന്റെ കപ്പാസിറ്റി കൂട്ടും. ഓരോ തവണ ഹാർട്ട് ബീറ്റ് ചെയ്യുമ്പോൾ പമ്പ് ചെയ്യുന്ന ബ്ലഡ് ഉണ്ട്. ഇതിനെ സ്ട്രോക്ക് വോളിയം എന്നാണ് പറയുന്നത്. സ്ട്രോക്ക് വോളിയം കൂട്ടാൻ വാക്കിങ്ങിനേക്കാളും കുറച്ചും കൂടി എഫിഷ്യന്റ് സ്ലോ റണ്ണിങ് ആണ്. സ്ലോ റണ്ണിങ് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുന്നവർക്ക് റെസ്റ്റിംഗ് ഹാർട്ട് റേറ്റ് കുറഞ്ഞിരിക്കും. ഇത് മികച്ച ഹെൽത്തിന്റെയും ഫിറ്റ്നസിന്റെയും ഒരു ഇൻഡിക്കേറ്റർ ആണ്. വാക്കിങ്ങിനേക്കാളും സ്ലോ റണ്ണിങ്ങിന് ബ്ലഡ് വെസൽസിന്റെ ഇലാസ്റ്റിസിറ്റി വർദ്ധിപ്പിക്കാൻ സാധിക്കും. അങ്ങനെ ബ്ലഡ് പ്രഷർ കുറച്ച് നിർത്താനും വാക്കിങ്ങിനേക്കാളും കുറച്ചും കൂടി എഫിഷ്യന്റ് സ്ലോ റണ്ണിങ് ആണ്. പക്ഷേ ഇതിനേക്കാളൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഫാറ്റ് ബേൺ ചെയ്യാൻ കഴിയുന്നത് സോൺ 2 എക്സസൈസിലാണ്, അതായത് സ്ലോ റണ്ണിങ്ങിന്റെ സമയത്താണ്.
നല്ല സ്പീഡിൽ നടന്നു കഴിഞ്ഞാലും ചിലപ്പോൾ ഹാർട്ട് ബീറ്റ് സോൺ 2 എത്തിയെന്ന് വരില്ല. നമ്മൾ സോൺ 5 പോകുന്ന സമയത്ത് ഫാറ്റ് ബേണിംഗ് അല്ല നടക്കുന്നത്. ഫാറ്റ് ബേൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചും ഫാറ്റി ലിവർ ഡിസീസ് ഉള്ളവരും കൊളസ്ട്രോളിന്റെ ലെവൽ കൂടി നിൽക്കുന്നവർ, അതായത് LDL കൊളസ്ട്രോളും ടോട്ടൽ കൊളസ്ട്രോൾ കൂടി നിൽക്കുന്നവർക്കും ഓവർ വെയിറ്റ് ആയിട്ടുള്ളവരും ഒബീസ് ആയിട്ടുള്ളവർക്കൊക്കെ പറ്റിയ മികച്ച എക്സസൈസ് എന്ന് പറയുന്നത് സോൺ 2 വർക്കൗട്ട്സ് ആണ്. അതായത് സ്ലോ റണ്ണിങ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അരമണിക്കൂർ നല്ല സ്പീഡിൽ നടന്നു കഴിഞ്ഞാലും കൂടിപ്പോയ 150 കാലറീസ് ഒക്കെ ബേൺ ചെയ്യാൻ സാധിക്കുള്ളൂ. പക്ഷെ അരമണിക്കൂർ സ്ലോ റണ്ണിങ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 200 മുതൽ 250 കാലറീസ് ബേൺ ചെയ്യാൻ സാധിക്കും. കാരണം സ്ലോ റണ്ണിങ്ങിൽ വെറും ഗ്ലൂക്കോസിനെ മാത്രമല്ല നമ്മൾ ഉപയോഗിക്കുന്നത്, നമ്മളുടെ ബോഡിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റൊരു ഫ്യൂവലാണ് ഫാറ്റ് എന്ന് പറയുന്നത്. ഫാറ്റിനെ ഉപയോഗിച്ച് തുടങ്ങണമെന്നുണ്ടെങ്കിൽ ഓൾറെഡി നമ്മുടെ ബോഡിയിൽ പല ഭാഗങ്ങളിലായി സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഫാറ്റിനെ ബേൺ ചെയ്ത് തുടങ്ങണമെങ്കിൽ സോൺ 2 വർക്കൗട്ട്സ് തന്നെ ചെയ്യണം. ഇത് സോൺ 1 എക്സസൈസ് ചെയ്താലും കിട്ടില്ല, 3ലേക്കും 4ലേക്ക് പോയി കഴിഞ്ഞാലും കിട്ടില്ല. അധിക അത്ലറ്റ്സ് പോലും കൃത്യമായി ട്രെയിൻ ചെയ്യുന്ന സമയത്ത് അവരുടെ 80% ട്രെയിനിങ്ങും പ്രാക്ടീസ് ചെയ്യുന്നത് സോൺ 2 വർക്കൗട്ട്സിന്റെ രീതിയിലാണ്. ഇനി നിങ്ങൾ എക്സസൈസ് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ സോൺ 2 തന്നെയാണെന്നുള്ള കാര്യം എങ്ങനെ ഉറപ്പുവരുത്താൻ നോക്കാം. അതിന് ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് മാക്സിമം ഹാർട്ട് റേറ്റ് ഉപയോഗിച്ചിട്ടുള്ള മെത്തേഡാണ്. നിങ്ങളുടെ മാക്സിമം ഹാർട്ട് റേറ്റ് കണ്ടുപിടിച്ചതിന് ശേഷം 60 മുതൽ 70% എന്ന് പറയുന്നത് സോൺ 2 ആയിരിക്കും. 30ന്റെയും 40ന്റെയും ഇടയ്ക്ക് പ്രായമുള്ള അധിക ആൾക്കാരുടെയും സോൺ 2 എന്ന് പറയുന്നത് 130ന്റെയും 140 ബീറ്റ്സ് പെർ മിനിറ്റിന്റെ ഇടയിലാണ്. 130ന്റെ താഴേക്ക് വരുന്നത് സോൺ 1 ആയിരിക്കും, 140ന്റെ മുകളിലേക്ക് പോകുന്നത് സോൺ 3 ആയിരിക്കും. ഇത് ഓരോരുത്തർക്കും വ്യത്യാസം ഉണ്ടാവും. എല്ലാവരുടെയും ഹാർട്ട് റേറ്റ് ഒരേപോലെയല്ല ഉണ്ടാവുന്നത്. ഹാർട്ട് റേറ്റ് കണ്ടുപിടിക്കാൻ ഏറ്റവും നല്ലത് ആപ്പിൾ വാച്ച് പോലത്തെ ഒരു സ്മാർട്ട് വാച്ച് ഉപയോഗിക്കുന്നതോ അല്ലെങ്കിൽ എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് 15 സെക്കൻഡത്തേക്ക് നമ്മളുടെ പൾസ് നോക്കി 15 സെക്കൻഡിൽ എത്രയാണോ പൾസ് കിട്ടുന്നത് അത് മൾട്ടിപ്ലൈഡ് ബൈ 4 ചെയ്യുന്നതാണ്. ഉദാഹരണത്തിന് 15 സെക്കൻഡിലേക്ക് നിങ്ങൾ പൾസ് റേറ്റ് നോക്കിയിട്ട് 30 കിട്ടുകയാണെങ്കിൽ നിങ്ങളുടെ 1 മിനിറ്റ് ഹാർട്ട് റേറ്റ് എന്ന് പറയുന്നത് 120 ആണ്. ഹാർട്ട് റേറ്റ് നോക്കിയിട്ടല്ലാതെയും സോൺ 2 ആണോ എന്നുള്ളത് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. അതിന് സ്മാർട്ട് വാച്ചസിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. ഇത് കണ്ടുപിടിക്കാൻ നിങ്ങൾ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. സ്ലോയിൽ മാത്രം റൺ ചെയ്ത് തുടങ്ങുക. പക്ഷേ റൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരാളായി സംസാരിക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് ശ്രമിച്ചു നോക്കുക. നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് നിർത്തിയിട്ടാണെങ്കിലും സംസാരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഒരു കോൺവെർസേഷൻ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ സോൺ 2 ഇത് പറ്റുന്നില്ല, ഇത് ബുദ്ധിമുട്ടാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ മോസ്റ്റ്ലി സോൺ 3 പോയിട്ടുണ്ടാവും. നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ കോൺവെർസേഷൻ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നുണ്ട്, പാട്ടൊക്കെ പാടാൻ പറ്റുന്നുള്ള അവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ സോൺ 2 എത്തിയിട്ടില്ല, സോൺ 1 ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, സ്പീഡിൽ ഓടി തുടങ്ങുകയല്ല വേണ്ടത്. എത്ര സ്ലോയിൽ പറ്റുന്നോ അത്രയും സ്ലോയിൽ സ്റ്റാർട്ട് ചെയ്യുക. അവിടെ നിന്നാണ് പിന്നീട് മെല്ലെ മെല്ലെ കൂട്ടിക്കൊണ്ടുവരുന്നത്. നിങ്ങൾക്ക് വല്ലാതെ ശ്വാസം മുട്ടുന്നത് പോലെ തോന്നുന്നുണ്ട്, നിങ്ങൾക്ക് ബ്രെത്ത്സ് എടുക്കാൻ ബുദ്ധിമുട്ടുള്ളത് പോലെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മോസ്റ്റ്ലി സോൺ 2 ആയിരിക്കില്ല, 3ലേക്കും 4ലേക്കും പോയിട്ടുണ്ടാവും. ഓരോ ദിവസം ഏറ്റവും ചുരുങ്ങിയത് 30 മുതൽ 60 മിനിറ്റ് വരെയെങ്കിലും, അങ്ങനെ ഒരാഴ്ചയിൽ 3 മുതൽ 5 ദിവസമെങ്കിലും ഇത്തരത്തിലുള്ള സോൺ 2 എക്സസൈസ് ചെയ്യാൻ ശ്രമിക്കണം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ആഴ്ചയിൽ 1-2 ദിവസം ചെയ്ത് പിന്നെ അടുത്ത മാസം 1-2 ദിവസം ചെയ്ത് കഴിഞ്ഞാലൊന്നും സോൺ 2 എക്സസൈസിന്റെ ബെനിഫിറ്റ്സ് ആർക്കും കിട്ടാൻ പോകുന്നില്ല. കൺസിസ്റ്റന്റ് ആയി റെഗുലറായി എക്സസൈസ് ചെയ്യുന്നവർക്ക് മാത്രമേ സോൺ 2ന്റെ ആദ്യം പറഞ്ഞ ബെനിഫിറ്റ്സ് കിട്ടുകയുള്ളൂ. നിങ്ങൾ മുമ്പേ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി ഓടി തുടങ്ങിയിട്ടും വെയിറ്റ് കുറഞ്ഞിട്ടില്ലെങ്കിൽ മോസ്റ്റ്ലി നിങ്ങൾ സോൺ 3ലേക്കും 4ലേക്കും പോയിട്ടുണ്ടാവും. ഈ സോൺസിൽ ഓടുന്ന സമയത്ത് കോർട്ടിസോൾ എന്ന് പറഞ്ഞ സ്ട്രെസ് ഹോർമോണും കൂടി റിലീസ് ചെയ്യും. ഈ ഹോർമോൺ ഫാറ്റിനെ റീറ്റെയിൻ ചെയ്യാനാണ് ശ്രമിക്കുന്നത്, അതായത് ഫാറ്റിനെ കൂടുതൽ സ്റ്റോർ ചെയ്യാനാണ് ശ്രമിക്കുന്നത്, ഫാറ്റിനെ കൂടുതൽ ബേൺ ചെയ്യിപ്പിക്കാനല്ല. ഫാറ്റിനെ ബേൺ ചെയ്യിപ്പിക്കണമെങ്കിൽ സോൺ 2 എക്സസൈസ് തന്നെ ചെയ്യണം. അത് 1-2 ദിവസം കൊണ്ടൊന്നും നമുക്ക് ചെയ്ത് കറക്റ്റ് ആക്കാൻ സാധിക്കില്ല. റെഗുലറായി പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ സോൺ 2 തന്നെയാണ് വർക്കൗട്ട് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് ഉറപ്പുവരുത്താൻ സാധിക്കുകയുള്ളൂ. ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, എല്ലാവർക്കും സ്ലോ റണ്ണിങ് പറഞ്ഞിട്ടുള്ള കാര്യമല്ല. പ്രത്യേകിച്ചും നിങ്ങളൊരു സർജറി കഴിഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് കഴിഞ്ഞ 6 മാസത്തിനുള്ള ഒരു ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുണ്ട്, ആൻജിയോപ്ലാസ്റ്റി ചെയ്തിട്ടുണ്ട്, ബൈപ്പാസ് സർജറി ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ റണ്ണിങ്ങിലേക്ക് പോകുന്നതിനേക്കാളും നല്ലത് സ്ലോ വാക്കിംഗ് തന്നെയാണ്. നിങ്ങൾക്ക് അണ്ടർലൈങ് എന്തെങ്കിലും ഹാർട്ട് ഡിസീസ് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് കണ്ടുപിടിക്കാതെ, നിങ്ങൾക്ക് അങ്ങനത്തെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ടെസ്റ്റുകളൊന്നും ചെയ്യാതെയും സ്ലോ റണ്ണിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് മണ്ടത്തരം തന്നെയായിരിക്കും. അതിനേക്കാളും നല്ലത് ECG ചെയ്ത് നോക്കുക, നിങ്ങളുടെ ബ്ലഡ് പ്രഷർ കറക്റ്റ് ലെവലിലാണോ നിൽക്കുന്നത് എന്നുള്ളത് ടെസ്റ്റ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് പാൽപിറ്റേഷൻ അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുന്ന ബീറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ടെസ്റ്റുകൾ ചെയ്ത് നോക്കാൻ സാധിക്കുന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ കാർഡിയോ ഫിറ്റ്നസ്, അതായത് നിങ്ങളുടെ ഹാർട്ട് പ്രോപ്പറാണ്, കുഴപ്പങ്ങളൊന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം സ്ലോ റണ്ണിങ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നല്ലത്. ഇത് പ്രത്യേകിച്ചും 50 വയസ്സിന് മുകളിലേക്ക് പ്രായമുള്ളവർ ആദ്യമായി ഓടാൻ ശ്രമിക്കുന്നവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് കുറച്ച് നടക്കുമ്പം അല്ലെങ്കിൽ സ്റ്റെപ്പ് കയറുമ്പം നെഞ്ചുവേദന അനുഭവപ്പെടുന്നുണ്ട്, വല്ലാതെ കിതപ്പ് വരുന്നുണ്ട്, നിങ്ങൾ ഓൾറെഡി ഹാർട്ട് ഡിസീസിന് മരുന്നൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡോക്ടറുമായി സംസാരിച്ചതിന് ശേഷം മാത്രം സ്ലോ റണ്ണിങ്ങിലേക്ക് സ്വിച്ച് ചെയ്താൽ മതി. അതുവരെ നിങ്ങൾക്ക് വാക്കിംഗ് കണ്ടിന്യൂ ചെയ്യാം. വാക്കിങ്ങിന് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്.
വാക്കിങ്ങിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കൂടുതൽ ഹെൽത്ത് ബെനിഫിറ്റ്സ് സ്ലോ റണ്ണിങ്ങിനാണുള്ളത്. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് കാലിന് മുട്ടിൽ തേയ്മാനം തുടങ്ങിയിട്ടുണ്ട്, ഓസ്റ്റിയോആർത്രൈറ്റിസ് ഉണ്ട്, നിങ്ങൾ വളരെയധികം ഓവർ വെയിറ്റ് ആണ്, അതായത് 100 കിലോന്റെ മുകളിലേക്കൊക്കെ ആണെങ്കിൽ സ്ലോ റണ്ണിങ് ചെയ്ത് തുടങ്ങുന്നതിന് മുമ്പേ മറ്റു പലതരത്തിലുള്ള എക്സസൈസസ് ഉണ്ട്. അത് ചെയ്ത് വെയിറ്റ് കുറച്ചതിന് ശേഷം മാത്രമേ സ്ലോ റണ്ണിങ്ങിലേക്ക് വരേണ്ട ആവശ്യമുള്ളൂ. വാക്കിങ്ങിനേക്കാളും കൂടുതൽ ബോഡി ഫ്ലൂയിഡ്സ് ഉപയോഗിക്കുന്നത് റണ്ണിങ്ങിന്റെ സമയത്താണ്. അപ്പോൾ ഡീഹൈഡ്രേഷൻ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ സ്ലോ റണ്ണിങ് സ്റ്റാർട്ട് ചെയ്യുന്നവർ കൂടുതൽ വെള്ളം കുടിക്കേണ്ടി വരും. മറ്റൊരു കാര്യം, എക്സസൈസ് ചെയ്യുന്നതിൻ്റെ മുമ്പേയും എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തും നിങ്ങളുടെ ഹാർട്ട് ബീറ്റ് മോണിറ്റർ ചെയ്യുന്നത് നിങ്ങളുടെ പ്രോഗ്രസ് കൃത്യമാണോ, നിങ്ങൾ കൃത്യമായിട്ടുള്ള സോണിൽ തന്നെയാണോ വർക്കൗട്ട് ചെയ്യുന്നത് എന്നുള്ളത് ട്രാക്ക് ചെയ്യാനും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അതിനുവേണ്ടി സ്മാർട്ട് വാച്ചസോ ഫിറ്റ്നസ് ബാൻഡുകളോ യൂസ് ചെയ്യുന്നതും റെക്കമെൻഡഡ് ആണ്.